2017 ശബരിമലയിലെ മണികളും ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നുവെന്ന് കോട്ടയം പള്ളിക്കത്തോട് ഇളമ്പള്ളി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പാലാത്ത്. 2019 മാർച്ച് 10-നാണ് ക്ഷേത്രത്തിൽ ശബരിമല തങ്കവാതിലെത്തിച്ചത്. ജയറാം പരിപാടിയിൽ പങ്കെടുത്തു. ഘോഷയാത്രയായാണ് വാതിലെത്തിച്ചതെന്നും വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം നൽകിയ ശേഷമാണ് സന്നിധാനത്തേക്ക് കൊണ്ടുപോയതെന്നും ഉണ്ണികൃഷ്ണൻ പാലാത്ത് പറഞ്ഞു. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഒട്ടേറെ ദുരൂഹമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. 2017 ശബരിമലയിലെ മണികളും ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നുവെന്നാണ് കോട്ടയം പള്ളിക്കത്തോട് ഇളമ്പള്ളി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പാലാത്ത് പറയുന്നത്. മറ്റു വിവരങ്ങൾ എന്തെല്ലാം? 2017 ശബരിമലയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശബരിമല ക്ഷേത്രത്തിന് മുമ്പിൽ ഇപ്പോൾ കാണുന്ന 2 മണികൾ, ആ മണികൾ ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു. ഈ ഇളമ്പള്ളി പള്ളിക്കത്തോടെ ഇളമ്പള്ളി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു. അതിന് സമാനമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയായിരുന്നു 2019 മാർച്ച് 10-ാം തീയതിയും സംഘടിപ്പിച്ചത്. അതിൻ്റെയും രണ്ടിൻ്റെയും സ്പോൺസർമാർ ഒരാൾ തന്നെയായിരുന്നു. ഏതാണ്ട് 4 പേരടങ്ങുന്ന സ്പോൺസർമാരുടെ ഒരു സംഘമാണ് ഈ തങ്കവാതിൽ എത്തിച്ചിരുന്നത്. ഈ തങ്കവാതിൽ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ സീലുകൾ പൊട്ടിക്കാത്ത തരത്തിലാണ് ഈ തങ്കവാതിൽ ഉണ്ടാക്കിയ സംഘത്തിൽ നിന്ന് എത്തിച്ചിരുന്നത്. പിന്നീട് ക്ഷേത്രത്തിൽ എത്തിച്ചതിന് ശേഷമാണ് അതെല്ലാം ഇളക്കി മാറ്റി ക്ഷേത്രത്തിൽ ഇറക്കി വെച്ച് ഒരു പൂജ നടത്തിയത്. ആ ശുദ്ധിക്രിയ പോലുള്ള ചില പൂജകൾ, സാധാരണയായി നടത്തുന്ന പൂജകൾ ക്ഷേത്ര മേൽശാന്തി നടത്തി. ഈ സ്പോൺസർമാരായിരുന്നവരും അതുപോലെ തന്നെ നടൻ ജയറാം, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകളും മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഈ ചടങ്ങിലേക്ക് ഇവരെയെല്ലാം ക്ഷണിച്ചത് ഈ ക്ഷേത്രം ഭാരവാഹികളും അതുപോലെ തന്നെ ഈ സ്പോൺസർമാരായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് സ്പോൺസർമാരും എല്ലാം ഒന്നിച്ചായിരുന്നു പലരെയും വിളിച്ചതും ക്ഷണിച്ചതുമെല്ലാം. ഈ ചടങ്ങ് സംഘടിപ്പിച്ചതും ഇത്തരത്തിൽ തന്നെയായിരുന്നു. ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് അധികൃതരുമായി ആശയവിനിമയം നടത്തിയിരുന്നു ക്ഷേത്രം അധികൃതർ. അതിന് പിന്നാലെ അനുമതിയും രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. ആ അനുമതിയും വാങ്ങിയിരുന്നു. ഇത്തരത്തിൽ ശബരിമല ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തങ്കവാതിലുകളുടെ യാത്രയ്ക്ക്, ഘോഷയാത്രയുടെ ആരംഭത്തിന് വേണ്ടിയാണ് ചടങ്ങ് നടത്തിയത്. അങ്ങനെ ആ ചടങ്ങിൽ നടൻ ജയറാം ഉൾപ്പെടെയുള്ളവർ, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഒരു പൊതു ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു. ഇവിടെ നിന്ന് ഒരു രഥത്തിലാക്കിയാണ് ഈ ചടങ്ങ്, ഈ തങ്കവാതിലുകളുടെ ഘോഷയാത്ര ആരംഭിച്ചത്. ഇത് പിന്നീട് വിവിധ ക്ഷേത്രങ്ങൾ വഴിയും ഈ യാത്ര തുടർന്നു. എന്നാൽ ഇവിടെയൊന്നും ഇറക്കുന്ന ചടങ്ങുണ്ടായിരുന്നില്ല. ഈ രഥത്തിൽ തന്നെ വെച്ചുകൊണ്ടാണ് ഈ ഘോഷയാത്ര നടത്തിയത്. ഈ ഘോഷയാത്ര പിന്നീട് പമ്പയിൽ എത്തിയതിനു ശേഷമാണ്, അന്ന് നേരം വൈകിയതോടുകൂടി 5 മണിക്ക് ശേഷം പമ്പയിൽ നിന്നുള്ള ട്രാക്ടറുകൾ മുകളിലേക്ക് സന്നിധാനത്തേക്ക് പോകില്ല എന്നറിഞ്ഞതോടുകൂടി പമ്പയിൽ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ട്രാക്ടർ വഴി സന്നിധാനത്തേക്ക് ഈ തങ്കവാതിലുകൾ എത്തിച്ചത് എന്നാണ് ഇപ്പോൾ ക്ഷേത്രം പ്രസിഡന്റായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നമ്മോട് വ്യക്തമാക്കുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാരനാണ് ഇത്തരത്തിലുള്ള സ്പോൺസർമാരിൽ പലരും. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ തന്നെ, ഈ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു ഘോഷയാത്ര ആരംഭിക്കാൻ തീരുമാനമെടുത്തത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളിൽ തങ്ങൾക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോഴാണ് വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നതും ശ്രദ്ധയിൽപ്പെടുന്നതും. ഏതെങ്കിലും തരത്തിൽ പണപ്പിരിവോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിപാടുകൾക്കായുള്ള പണപ്പിരിവ്, അത്തരത്തിലുള്ള വഴിപാടുകൾ ഭക്തരിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് നടത്തുകയോ ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പോൾ, അന്നും ഇദ്ദേഹം തന്നെയായിരുന്നു, ഇപ്പോൾ പ്രതികരിച്ച അദ്ദേഹം തന്നെയായിരുന്നു ക്ഷേത്ര പ്രസിഡന്റ് ആയിരുന്നത്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വിജിലൻസ് അടക്കമുള്ളവർ അന്വേഷണത്തിന്റെ ഭാഗമായി തങ്ങളെ ബന്ധപ്പെടുകയാണെങ്കിൽ പൂർണ്ണമായും സഹകരിക്കുമെന്നും ഈ ദേവസ്വം ബോർഡിന്റെ അനുമതി അടക്കമുള്ള തേടിയതിൻ്റെയും അതുപോലെ തന്നെ അനുമതി നൽകിയതിൻ്റെയും രേഖാമൂലമുള്ള തെളിവുകൾ എല്ലാം തന്നെ നൽകുമെന്നും അദ്ദേഹം ഇപ്പോൾ ജനം ടിവിയോട് വ്യക്തമാക്കുകയുണ്ടായി. മിഥുൻ, തട്ടിപ്പിന്റെ മഞ്ഞുമല മാത്രമാണോ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വളരെ സംശയകരമായ സാഹചര്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയിൽ മാത്രമല്ല, കോട്ടയത്തും ഇത്തരത്തിൽ തങ്കവാതിൽ ഇറക്കി പൂജ നടന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തട്ടിപ്പിന്റെ ആഴം എത്രയെന്ന് ഓരോ നിമിഷവും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പുകളുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളിലേക്ക് എത്തുകയാണ്.